ഹലോ മൈ ഡിയർ ഹാർഡ്ബെറീസ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ക്ലീനിങ് വീഡിയോ. ഓൾമോസ്റ്റ് താഴത്തെ കഴിഞ്ഞിട്ടുണ്ട്. താഴത്തെ ഓൾമോസ്റ്റ് ആണ് കഴിഞ്ഞേക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. താഴത്തെ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഒരു ഇതാണ്, ക്രാഫ്റ്റാണ്. ഞാനിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ മദർസയിലത്തെ ബുക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുക്കാണെങ്കിൽ കമൻറ്റ് ഡൗൺ. ഇത് പിന്നെ ഞങ്ങളെ സ്കൂളിലത്തെ ബുക്കാണ്. ഇങ്ങനത്തെ ബുക്ക് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ. ഇതാണ് ഞങ്ങളെ നോട്ട്സ്. ഇങ്ങനത്തെ ബുക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇക്കാക്കാൻ്റെ പെൻസിലും എനിക്കും ഉള്ള പെൻസിലാണ്. എൻ്റെ ഇക്കാക്കാൻ്റെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഇക്കാക്കാൻ്റെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ആട്ടോ എൻ്റെ ഇക്കാക്കാൻ്റെ. അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ കളക്ഷൻസ്. എൻ്റെ കളക്ഷൻസ് ആണ്. കുറച്ചുള്ളൂ. അയ്യോ, ആ പെണ്ണ് ഞാൻ എവിടെ വിട്ടിട്ടുണ്ടായിരുന്നു. മറവി പെണ്ണു ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഉണ്ടാവും. എൻ്റെ കാക്കാൻ്റെ കുറച്ച് മേക്കപ്പ് ഒന്നും അല്ല, നമ്മളിടുന്ന മേക്കപ്പ് അല്ല ഇത്. എൻ്റെ കാക്കാൻ്റെ കുറച്ച് കയ്യിലും വായിലല്ല, ഓൾമോസ്റ്റ് എല്ലാത്തിനും ചെയ്യുന്ന ഒരു സാധനമാണ്. ഓൾമോസ്റ്റ് താഴെ ഞാൻ കാണിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മൈൻഡ് വന്നിട്ടില്ല. താഴെ ഞാൻ ക്ലീൻ ആക്കിയതെല്ലാം ഇരിക്കുന്നുണ്ട്. എൻ്റെ കക്കൻ്റെ അടുത്ത സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. താഴെ ഇതേന താഴത്ത് ഓൾമോസ്റ്റ് മൊത്തം മെനകേടായി കിടക്കുന്നതാണ്. ഞാൻ വേഗം കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു സൈഡ് മൊത്തം ക്ലീൻ ആണ്. ബെഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബെഡ് ഓൾമോസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നും ക്ലീൻ ആക്കുന്നില്ല. ഇതൊക്കെ എൻ്റെ ഉമ്മ ഓൾറെഡി ക്ലീൻ ആക്കിയിട്ട് പോയതാണത്. ഇതൊക്കെയാണ് കുറച്ച് ആൾക്കൊടുത്ത. ഇതാണ് എൻ്റെ ഒരു ബുക്ക് വെക്കണ സാധനം വരുന്നിരുന്നു. ഓക്കെ, ഇനിന്ന് വെച്ചാൽ ഇതെൻ്റെ മദർസ ബുക്കല്ലേ. മദർസ ബുക്ക് ലാസ്റ്റ് വന്നിട്ട് തുറക്കുമ്പോൾ എപ്പോഴും ചാടി. പിന്നെ നോട്ട് ബുക്സ് എൻ്റെതും അവൻ്റെതും. ഇതും എൻ്റെ ഒരു നോട്ട്ബുക്കാണ്. അത് നമ്മൾ നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ട്. ഇനി ആ പെണ്ണ് കിട്ടാത്ത കാരണം കൂടെ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. ആ ഒരു പെണ്ണ് എവിടെ പോയി? ഓക്കെ, ഞാൻ വിചാരിച്ചു ഒരു പെൻസിൽ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ബാക്കിയെല്ലാം എടുത്തിട്ട് നമ്മൾക്ക് വേണ്ട ഗൈസ്. അപ്പം ഇതാണ് ഞങ്ങളൊരു പൗച്ചാണ്. എൻ്റെ പൗച്ചും അവൻ്റെ പൗച്ചും അവിടെ ഇരിക്കട്ടെ. എൻ്റെയാണ് ഗൈസ് ഞാനിപ്പോൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പൗച്ച് വെച്ചു. ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നീര് കളറും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഇത് നമ്മളെ പ്രിയപ്പെട്ട ഇക്കാക്കാൻ്റെ സൈഡിലേക്ക് വന്നതാണ്. ഇത് മൊത്തവും നമ്മൾ ക്ലീൻ ആക്കിയതാണ് കേട്ടോ. ഇവിടെയൊക്കെ പൊടിയൊക്കെ തൂത്തതാണ്. പൊടി കാണിച്ചില്ല, അപ്പത്തേനും ഞങ്ങൾ മറന്നുപോയി വീഡിയോ എടുക്കാൻ. എന്നിട്ട് ഇവിടെ മൊത്തം ഇതാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇവിടെ കുറച്ച് പൊടിക്കണം, അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഈ ഒരു സൈഡിൽ വെക്കാം. ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കും ചാപ്റ്റർ സെമിസ്റ്റർ 1ഉം സെമിസ്റ്റർ 2ഉം ഇവിടെ എടുത്തിങ്ങനെ വെക്കാം. ഇനി അവൻ്റെ നോട്ട്ബുക്സ് കുറച്ച് കൂടുതലാണ്. നമുക്ക് ആ നോട്ട്ബുക്സൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് അളവൊന്നും നോക്കണം കേട്ടോ. ഇതെൻ്റെ ഇക്കാക്കാൻ്റെ എൻ്റെ എനിക്ക് അളവൊക്കെ ഉണ്ട്. എന്നാലും അവളൊന്നും അതെനിക്ക് പറയാൻ പറ്റില്ല. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ വലുതാണോ? അപ്പം ഇങ്ങനെ വെക്കാം. ഇതൊക്കെ 4 ഞാൻ 2ാം ക്ലാസ്സിലാണ്, അവൻ 4ാം ക്ലാസ്സിലാണ്. ഉണ്ട് നമുക്ക് വെക്കാം. ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് ഇതൊക്കെയാണ്
ഇവന്റെ കുറച്ച് ബുക്സ് അല്ല, കൂടുതൽ ബുക്സ്. ഓക്കെ ഓക്കെ, ഇനി ഇതെടുത്ത് ഇങ്ങനെ വെച്ചതിന് ഇവന്റെ ഈ സ്കൂൾ ബുക്സ് കഴിഞ്ഞ് മദർസ ഓൾറെഡി ഞാൻ എങ്ങനെയൊക്കെ എടുത്ത് വെച്ചപ്പോൾ അതെടുത്ത് വെക്കാം. ഇനി അവൻ്റെ പൗച്ച്, അവന് പൗച്ചില്ല എന്നാലും ഞാൻ ഈ ഒരു പൗച്ച് അവന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൗച്ചാണ്, അവനത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അവൻ്റെ ഒരു മദർസയിലത്തെ ഒരു ഇതാണ്, നോട്ട്ബുക്കാണ്. സ്കൂളത്തെ നോട്ട്ബുക്കും വെച്ചിട്ടുണ്ട്. ഇവിടെയും കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു സ്ഥലവും ക്ലീൻ ആക്കണ്ട, ഒറ്റൊരു സ്ഥലം. പിന്നെ ഞാൻ അങ്ങനെ അടിച്ചു വരാൻ വിചാരിച്ചു. ഇത് എൻ്റെ കാക്കാൻ്റെയാണ്, ഇത് നമുക്ക് വെക്കാം. ഇതാണ് എൻ്റെ കുറച്ച് മേക്കപ്സ് ഉള്ളൂ, കുറച്ച് മേക്കപ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഈ പോയിൻറ്റ്സ് ഒന്നും ഇതിൽ കയറാത്ത. ഞാൻ ഇത് കണ്ടിട്ടില്ലേ, ഇത് എന്നിട്ട് ഒരു ഹോം ടൂർ ഞാൻ ഇതിൻ്റെ ഉള്ളിലല്ല വേറൊരു ഇതായിട്ടിരുന്നത്. ഇതിൽ ഞാൻ ഇവിടെയാണ് ഇപ്പം പണിയുമ്പോൾ നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ലിപ് ബാമും അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ക്രാഫ്റ്റിന് ഉപയോഗിക്കാനുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണെന്ന് വെച്ചുതരാം. എനിക്ക് ഇതിൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ എനിക്ക് ഒരു സാധനം പൊട്ടിപ്പോയിട്ട് ഞാനത് ബ്യൂട്ടി അല്ലേ വിചാരിച്ചത് ഞാൻ എടുത്തു വെച്ച, കളഞ്ഞില്ല, എടുത്തു വെച്ച്. ഇത് കുറച്ച് ദിവസം മുമ്പേ പൊട്ടിയതാണ്. പൊട്ടിയതിൻ്റെ ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ മോതിരം പൊട്ടിയതാണ്. ഇതിൽ രണ്ടും അത് മാത്രമേ ഉള്ളൂ. ഈ ഒരു വലിയ കാട്ട കുപ്പിയിൽ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇത് അന്നത്തെ ഫ്രൈഡേ ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കിയതാണ്. സിമ്പിളായിട്ട് അങ്ങനെ ഉണ്ടാക്കിപ്പോയി. ഇതിൻ്റെ ഉള്ളിൽ ഇത് തലക്കാലം പറയാം. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യമൊന്നുമില്ല, പക്ഷേ ഇത് തുറക്കാൻ ഭയങ്കര പാടാണ്. എന്തത് പുഷ് ഡൗൺ ഇതൊന്നും തുറക്കാൻ പറ്റില്ല. ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഒരു സ്റ്റാർ കാണിച്ചില്ല, അതിലത്തെ മുത്താണ്. അതിൻ്റെ മുത്ത് ഞാൻ എവിടെയോ ഇതിലോ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടാവും. ഇത് പിന്നെ സിമ്പിളായിട്ടുണ്ട് തുറക്കാം. ഇത് പിന്നെ എനിക്ക് ഇത് കമ്മലും എൻ്റെ കുറച്ച് ക്ലിപ്പൊക്കെയാണ്. അതിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടാണ് വെച്ചത്. ഓക്കെ, ഇത് മാത്രം ഇപ്പം ഇവിടെ വെക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഇത് രണ്ടും എൻ്റെ ക്രാഫ്റ്റാണ്. ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ്. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയതിനേക്കും. ഇത് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയെന്ന് ഒരു ഓർമ്മ കിട്ടണില്ല, എന്നാലും ഇതും ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇത് നമ്മളുടെ കയ്യോടെ തന്നെ ഇതെടുത്തിങ്ങനെ വെക്കാം. അയ്യോ, ഓക്കെ, കയ്യോടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേലും സ്പേസ് കൂട്ടോ, സ്പേസ് കഥം പോകുക. അതിന് എൻ്റെ ഇക്കാക്കനെ കൂടി വെക്കാണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. ഇക്കാക്കൻ്റെ സാധനങ്ങൾ ഞാൻ കാണിക്കില്ല. എൻ്റെ ഇക്കാക്കൻ്റെ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ചേട്ടൻ എൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. വിളിച്ചില്ല ഗൈസ്, ആരും വേറെ ആരെണ്ണം വിളിച്ചതാണ്. ഇത് പിന്നെ ഞങ്ങളുടെ ഇത് ആവശ്യമൊന്നും എന്നാലും നമ്മൾക്ക് എൻ്റെ ഇക്കാക്കൻ്റെ സീറ്റ് വെക്കാം. എൻ്റെ സീറ്റ് എനിക്ക് ആവശ്യം. ഞാനത് മറ്റേ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ പറയുന്നു. പിന്നെ ഇവിടെ നിങ്ങൾ കാണാത്തതിൻ്റെ പേരെന്തായിരുന്നു? ഇതിൻ്റെ പേരെന്തായിരുന്നു? പ്രൊജക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഒരു ലാമ്പാണ്, ഞാൻ കാണിച്ചത്. ഇതൊരു ലാമ്പാണ്. ഇത് മീനിൻ്റെ ഇതാണ്. ഇതൊക്കെയാണ് ഇവിടെ രാത്രിയാകുമ്പോൾ ഒരു വെള്ളം ഉണ്ടാവും. ഇത് പിന്നെ ഈ മീനിൻ്റെ ഫുഡും, ഇത് AC-ൻ്റെ റിമോട്ട്, ഇത് പ്രൊജക്ടറിൻ്റെ റിമോട്ടും. ഇതൊക്കെ ഞാനാണ് ഈ റൂമിൽ കിടക്കാറുള്ളത്. പ്രൊജക്ടറും വെച്ചിട്ട് ഞാനാണ് ഇവിടെ കൂടുതൽ പ്രൊജക്ടറും വെച്ചിട്ട് കാണാറുള്ളത്. കളിക്കാൻ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, കാണാറുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കാനുള്ള, ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നാളെ ഞാൻ വൃത്തിയാക്കുമ്പോൾ എന്താ ഞാൻ വായിക്കട്ടിട്ടു. ഇത് ബ്യൂട്ടിഫുള്ളോ എന്തോ വന്നിട്ടുണ്ട്, ഞാൻ
ലാസ്റ്റ് വായിച്ചു തരാം. എനിക്ക് അറിഞ്ഞൂടെ, ലാസ്റ്റ് ആകുമ്പോൾ പിന്നെയും കുഴപ്പമുണ്ട്. എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഈ റുബിക്സ് ക്യൂബ് താഴത്തിട്ട് പൊട്ടിച്ചതല്ല, അറിയാണ്ട് പൊട്ടിപ്പോയത്. എന്തൊക്കെയാണത്? മറ്റേ ഖുർആൻ്റെ ഒരു സാധനം പൊട്ടിപ്പോയതാണ്. നമുക്ക് താഴത്ത് പിന്നെ അടിച്ചു വരാനുള്ള സാധനങ്ങൾ ഇതിൻ്റെ വാച്ച് എൻ്റെ കണ്ണിട കേട്ടോ. വാച്ച് ഇത് നമ്മളെ പറഞ്ഞില്ലേ എനിക്കാക്കാൻ്റെ അടുത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാക്കാൻ്റെ എനിക്കാക്കാൻ്റെ മെയിനാണ് എപ്പോഴും എടുത്തോളും. വെച്ചിട്ട് വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സൂക്ഷിക്കുമല്ലോ, കുറച്ചൊക്കെ സൂക്ഷിക്കുവേ. ആദ്യം അങ്ങനെ തട്ടണ്ട, കുറച്ച് സൂക്ഷിക്കുവേ. ഓൾമോസ്റ്റ് എല്ലാം ഒരു ഇയർ ആയിട്ട് ഞാൻ സൂക്ഷിക്കണ്ടേ. ഏത് ഞാൻ കാണിച്ചില്ലേ? ഓ, ഞാൻ പൗച്ചല്ലോ. പൗച്ച് എൻ്റെ പൗച്ചിൽ എനിക്ക് കുറേ ദിവസമായിട്ട് കിട്ടിയ ഞാൻ കാണിച്ചു, കുറേ മാസമായിട്ട് കിട്ടിയതാണ്. ഇതും കുറേ മാസമായിട്ട് കിട്ടിയതാണ്. ഇതും കുറേ മാസമായിട്ട് കിട്ടിയതാണ്. ഇത് കുറേ മാസമായിട്ട് കിട്ടിയതാണ്. ഇതും കുറേ മാസമായിട്ട് കിട്ടിയതാണ്. ഇതും കുറേ മാസമായിട്ട് കിട്ടിയതാണ്. ഇതും കുറേ മാസമായിട്ട്, ഇത് ഏറ്റവും ആട്ടോ, ഇതും കുറേ മാസമായിട്ട് കിട്ടിയതാണ്. ഇതാണ് ഏറ്റവും ബിഗ് ആയിട്ടുള്ള ഏറ്റവും മാസം ഇതായിട്ടുള്ളത്. പിന്നെ പെണ്ണുണ്ട് കേട്ടോ, ഇതും കുറച്ച് കുറേ ദിവസമായിട്ടുണ്ട്. കുറേ ദിവസമല്ല, കുറേ മാസം. പിന്നെ ഇതും കുറച്ച് മാസമായിട്ടുണ്ട്. ഇത് പിന്നെ പറയാൻ പറ്റില്ല, ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചതായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ പൗച്ചിൽ ഏറ്റവും ലോങ് ആയിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. ഇതും കുറച്ച്, ഇത് ഞാനിപ്പോൾ ഇതിലും 2ാം ക്ലാസ് തന്നെയാണ്. ഇതിൽ മദർസയിലും 2ാം ക്ലാസ്സാണ്. ഇതെൻ്റെ മദർസയിൽ എനിക്കൊരാളായിട്ട് ഗിഫ്റ്റായിട്ട് തന്നെയാണോ ഇല്ല, ഞാൻ പോയി മേടിച്ചതാണ് 1ാം ക്ലാസ്സിൽ മദർസ പോകുമ്പോൾ. ഇതാണ് കളർസ് തന്നെ. ഇതിൽ പിങ്ക് ഇല്ല കേട്ടോ, പിങ്ക് ഇല്ലാത്തൊരു കളറാണ്. ഇതിൽ കുറച്ചുള്ളൂ, ഇതിൽ നമുക്ക് അടിക്കാൻ പറ്റില്ല. എൻ്റെ ഇക്കാക്കൻ്റെ ഉണ്ട്, അത് വെച്ചാൽ ഞാൻ അടിക്കാറില്ല. ഇപ്പോൾ കിട്ടിയ കാരണം കൊണ്ട് ഭാഗ്യം. ഇത് എൻ്റെ ഇക്കാക്കൻ്റെ കൊണ്ടില്ല കേട്ടോ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതാണ്. ഇന്ന് എൻ്റെ ഇതാണ് എന്ന് വെച്ചാൽ ഇതാണ് റുബിക് ക്യൂബിൻ്റെ പൊട്ടിയത്. ഇത് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് ഇത് യൂസ്ഫുൾ അല്ലാത്ത ഒരു സാധനം തുറന്നിട്ട് ഇങ്ങനെ കണ്ടെയ്നർ ആ ഒരു എല്ലാം അവിടെ കിടന്നത്. പിന്നെ യൂസ്ഫുൾ അല്ലാത്ത യൂസ്ഫുള്ളാണ്, പക്ഷെ ഞങ്ങൾ എടുക്കാത്ത ഒരു സാധനങ്ങളാണ്. ഓ എൻ്റെ ഉമ്മ പൊള്ളേ. ഓക്കെ ഗൈസ്, എൻ്റെ ഉമ്മാനെ ഞാൻ മുട്ടണമെന്ന് പറഞ്ഞിട്ട് സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. ഇതെൻ്റെ ഇതാണ് കേട്ടോ, ഇതെൻ്റെ ഞാൻ കളയാൻ വെച്ചതായിരുന്നു. എൻ്റെ ഉമ്മ പറഞ്ഞത് വേണ്ട. ഓക്കെ, ഇതാണ് റുബിക്സ് ക്യൂബാണ്. റുബിക്സ് ക്യൂബ് അല്ല, ഇതാണ്. ഇനി നമുക്ക് അടിച്ചു വരാനുള്ള കൂരെടുത്തിട്ട് വരാതെ. ഗൈസ്, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇനി നമ്മൾക്ക് ഇവിടെ തൂക്കേണ്ട സമയമാണ്. നല്ലോണം ഉണ്ട് കേട്ടോ, നല്ലെന്ന് പറഞ്ഞാൽ നല്ലോണം ഉണ്ട്. ഈ ഫ്രൈഡേ എന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ചിലപ്പോൾ ചെയ്യും കേട്ടോ. ഇന്ന് എനിക്കൊരു മൂടുള്ള ദിവസമൊക്കെ ഞാൻ കറക്റ്റായിട്ട് എന്താണോ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യും. മൂടില്ലാത്ത ദിവസങ്ങളും എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊക്കെ ആണെങ്കിൽ ഞാനങ്ങനെ നോക്കില്ലെങ്കിൽ എൻ്റെ ഉമ്മ ചെയ്യിപ്പിച്ചത്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളത് എടുത്തില്ലെങ്കിൽ എൻ്റെ പോയി മിണ്ടില്ലല്ലോ. ഇത് കാരക്കക്കുരു ഉണ്ട്, അത് ഇങ്ങോട്ട് വേണം. ഇവിടെ എൻ്റെ പപ്പ പറഞ്ഞു ഇവിടെ പല്ലിപ്പിശാശുല്ല, പതപ്പിശാശുല്ല എന്നൊക്കെ പറഞ്ഞതാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളതാണിത്. ഇത് ഇവരുടെ വീടാണെന്ന് തോന്നുന്നുണ്ട്. ഇത് എപ്പോഴും ഇവരുള്ളതാണ്. എപ്പോഴും എന്ന് വെച്ചാൽ എപ്പോഴും രാത്രി ബാത്റൂമിൽ പാറ്റ പല്ലി ഉണ്ടാവും. എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ നല്ലോണം ഉണ്ടാവും. പറഞ്ഞാൽ നല്ലോണം ഞാൻ വെള്ളം എടുത്തിട്ട് വരാമേ. ഞാൻ വെള്ളം എടുത്തിട്ടോ ഗൈസ്.
ഓക്കെ, എൻ്റെ പപ്പൻ്റെ ഫോണാണ്. പപ്പൻ്റെ ഓഫീസ് ഫോണുണ്ട്. പപ്പക്ക് ഓഫീസ് ഫോണുണ്ട്. അത് 2 ഫോണുണ്ട്. പപ്പക്ക് ഓഫീസ് ഫോണുണ്ട്. ഇത് പപ്പൻ്റെ നോർമൽ ആയിട്ടുള്ള ഫോണില്ലേ, കയ്യിലുള്ളൊരു ഫോണുണ്ട്. പിന്നെന്ന് വെച്ചാൽ എന്താ, എൻ്റെ വാപ്പച്ചിക്കുണ്ട് ഒരു ഫോണ് BSNL ഉണ്ട്. അത് ഇപ്പോഴുണ്ട്, ഉണ്ടാന്ന് പറഞ്ഞൂടെ. BSNL ഉണ്ട്. പിന്നെ വാപ്പച്ചിക്കുള്ളൊരു പുതിയൊരു ഫോണുണ്ട്. മൈമൂന് ഒത്തിരി ഫോണുള്ള അതുണ്ടാവും വിചാരിക്കുന്നു. അത് ഉണ്ടെങ്കിൽ ഞാൻ ആ ഫോൺ എടുക്കും. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഫോണുണ്ട്. അപ്പം ഞാൻ മാത്രം എനിക്ക് ഫോണില്ല ഗൈസ്. എനിക്ക് 7 വയസ്സായിട്ടുള്ള ഒന്നാലും എൻ്റെ ഇക്കാക്ക് 8 വയസ്സായപ്പോൾ ഫോണുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഡിസ്പ്ലേ അടിച്ചോ. എൻ്റെ ഉമ്മാൻ്റെ ഇരുന്ന് ഞങ്ങൾ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ എൻ്റെ ഉമ്മാൻ്റെ ഫോൺ ഡിസ്പ്ലേ അടിച്ചു പോയി. അതിപ്പോഴും ഉണ്ട്. അത് ഡിസ്പ്ലേ അടിച്ചാൽ പിന്നെ ഒരു ബ്ലൂ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കാൻ കാണൂല. അത് എൻ്റെ ഉമ്മക്ക് ഇത്തിരി ഉപകാരമുണ്ട്. കുറച്ചൊക്കെ കാണാട്ടോ. കുറച്ചൊരു അപ്പുറം കുറച്ച് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ മുഖം വേണ്ട. പക്ഷെ എൻ്റെ പുതിയ പേടിച്ചിട്ട് പറയണ പേടിച്ച് വരുമ്പോൾ എൻ്റെ മോനെ ഇറങ്ങാൻ വരാട്ടെ. ഞാനെന്തിനും ഇങ്ങടല്ല പോണ്ടത്. അല്ല ഗൈസ്, എനിക്ക് ഇവിടെ തൂക്കാനുണ്ട്. അധികമൊന്നുമില്ല, എന്നാലും തൂക്കി പോവാ. ഇവിടെ അടിയിലൊക്കെ ഉണ്ട്. ഒന്നൊക്കെ നമുക്ക് എടുക്കാം. എൻ്റെ ഉമ്മയാണ് ഇങ്ങനത്തെ പണി ഞാൻ വീഡിയോക്ക് നമുക്ക് എടുത്ത് വെക്കാവേ. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നുണ്ടോ നല്ലാക്കരുത്. ആരോ കണ്ടിട്ടുണ്ട് എൻ്റെ ഉമ്മേനെ. ഓക്കെ ഗൈസ്, എൻ്റെ ഉമ്മ വന്നിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പപ്പൻ്റെ ഐഫോൺ ഇല്ലേ, ചാർജ് കുത്തിയിട്ടുണ്ടോ? വേസ്റ്റ് ഇപ്പൊ എന്തിനാണ് എന്ത് രസമായിട്ട് കിടക്കുന്നു വീട്. രസമായിരിക്കും. കുറച്ചു കഴിയുമ്പോൾ ഞാൻ ക്രാഫ്റ്റിന് ചെയ്യുവേ. അപ്പൊ ഈ രസം കൂടും. ഞാൻ എന്നെ വാങ്ങിയിടും. അപ്പോഴും ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇന്ന് 2 വീഡിയോ 2 എണ്ണം ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഇങ്ങനത്തെ പണി ഫ്രൈഡേ ഉണ്ടോ? നിങ്ങൾ ചിലപ്പോൾ അവിടെ സാറ്റർഡേ സൺഡേ ആയിരിക്കും. സാറ്റർഡേ ആയിരിക്കും, ചിലപ്പോൾ സൺഡേ ആയിരിക്കും. ഞങ്ങളുടെ പപ്പൻ്റെ ഇവിടെ ദിവസം ഫ്രൈഡേ ആണ്. ഇന്ന് പപ്പക്ക് ലീവുള്ള ഒരു ദിവസമായതുകൊണ്ട് എപ്പോഴും സ്പെഷ്യലാണ്. ലീവുള്ള ദിവസം ഞങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പുറത്തൊക്കെ തിന്നും. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആകുമ്പോൾ ഞങ്ങൾ പുറത്ത് പോകും കേട്ടോ. പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തുനിന്നാണ് മേടിക്കാറുള്ളത്. ഇന്നാണ് ചിലപ്പോഴാണുള്ള. എൻ്റെ ഉമ്മ നാട്ടിൽ പോകാൻ വേണ്ടി കുറേ പൈസ എല്ലാം റിയാലൊക്കെ കൂട്ടി വെക്കുന്നുണ്ട്. എത്രയെന്നാവും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഞാനിപ്പോൾ അടിച്ചു പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഉമ്മക്ക് പപ്പക്കും കാണാൻ ഇഷ്ടമല്ലെന്നാ പറയുന്നത്. അത് അറിഞ്ഞുകൊണ്ട് ഇത് എനിക്ക് കാണിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് കാണിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് വലിക്കാം. ഇവിടെ നിന്ന് വലിച്ചിട്ട് പുറത്ത് കൊണ്ടിരിക്കണം. ഞാൻ നല്ലോണമൊക്കെ ചെയ്യും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യത്തുള്ളൂ. ശരിക്ക് ഞാനിത് പുറത്താക്കിയിട്ട് വരാവേ. ഗൈസ്, സത്യം പറഞ്ഞതിന് ഞാൻ ഇവിടെ നിന്നെല്ലാം തൂത്ത് വൃത്തിയായിട്ടുണ്ട്. അപ്പോഴത്തേനും എൻ്റെ ഉമ്മ പറഞ്ഞു എൻ്റെ ഉമ്മാനും കൂടി അടിച്ചിട്ട് ഓരോരോ പേപ്പർ താഴത്തേക്ക് കൂടെ അടിച്ചടിച്ച് വരക്കൂടെ പറഞ്ഞു. അതും കൂടി ചെയ്ത് കാണാതെ ബൈ. പറ്റില്ല ഗൈസ്, കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഉമ്മ ഇപ്പം വരാനും പറഞ്ഞ് വന്നപ്പോൾ ഞാൻ പിന്നെ
ഒന്ന് റെസ്റ്റഡ് ആയ നേരം ബെഡ് മര്യാദ കിട്ടാണെന്ന് എനിക്ക് ഹോം ടൂർ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഉമ്മയൊക്കെ ഈ ബെഡൊക്കെ ക്ലീൻ ആക്കി ഞാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ ആക്കട്ടെ ഗൈസ്. ഞാൻ പോയിട്ട് വരാവേ. ഇതാണ് എൻ്റെ മേക്കപ്പ്. അത് ഞാൻ മാറ്റിയിട്ടെല്ലാം ഞാൻ മാറ്റട്ടെ. ഇത് ഞാൻ ഇങ്ങനെ കേട്ടോ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. എനിക്ക് മാറ്റണം. എനിക്ക് കുറച്ച് സ്ഥലമില്ല. ഇതൊക്കെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഉമ്മേൻ്റെ അനിയൻ്റെ കല്യാണം ആയപ്പോൾ ഇതൊക്കെ മേടിച്ചതാണ്. അത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇനി എൻ്റെ കല്യാണം വന്ന് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചേക്കണേ. അല്ല കല്യാണം എനിക്ക് അറിയണമെന്നും പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ അടി ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ ആരെങ്കിലും അടി കൊണ്ടുപോയി വേഗം കളയോ. അത് എൻ്റെ ഒരു മെയിൻ ഹോബിയല്ല. അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ. ഇതാണ് കേട്ടോ ഈ ഒരു പൗച്ചിൻ്റെ ഉള്ള നിങ്ങൾ പോകുമ്പോൾ കാണാനുണ്ടാവും. ഇതൊക്കെ ഒന്ന് യൂസ്ഫുൾ അല്ല. ഇതിൻ്റെ വെല്ലൊന്നും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചങ്ങനെയാണ്. ഇത് കട്ടർ ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടെ. ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവില്ല, മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും. വായിന്ന് വരുന്നത് മൊത്തം അതാണ്. ഇതിലൊക്കെ കുറേ ഉമ്മാൻ്റെ ഫേസൊക്കെ ഉണ്ട്. ഇതെൻ്റെയാണ്, പക്ഷെ എൻ്റെ ഉമ്മ യൂസ് ചെയ്യാറില്ല. എൻ്റെ ഒന്നുമില്ല കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് വരാം. ഒന്നുമില്ല. ഇത് ഞാൻ വെറുതെ എടുത്തിട്ട് വന്നു. ഇതില്ല. അല്ല വെറുതെ എടുത്തിട്ട് വന്നതല്ല. എനിക്ക് എൻ്റെ ഉമ്മാന്റെ ഷീറ്റ്സ് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ അത് എടുത്തതാണ്. ഇതിന് ഞാനിപ്പോ കിട്ടിയതല്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പിടാൻ പോണത്. കുറച്ച് ടൈറ്റുമാണ്, സ്ഥലമും ഉണ്ട്. ഇതൊക്കെ കയറിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ തന്നെ ഫുള്ളായിട്ടുണ്ടല്ലോ. ഇതവിടെ കാണുന്നുണ്ട്. ഉമ്മൻ്റെ ഇക്കാക്കൻ്റെ മോൻ കണ്ടത് പുതിയ പാൻറ് ബാക്ക് ദേ എന്താ എനിക്ക് അറിഞ്ഞൂടാ. എയർ ജോർദാനാണ്. സ്പൈഡർ പോലെയാണ്. പിന്നെ സ്പൈഡർ ഭയങ്കര പേടിയാണ്. പക്ഷെ അവനത് കാണുമ്പോൾ ഇഷ്ടമാണ്. ഇതൊക്കെ എനിക്ക് കുറച്ച് യൂസ്ഫുൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇറക്കം പോയിന്നാണ് ഇറക്കം വന്നെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ സമയത്തൊന്നും ഇറങ്ങാറില്ലേ. സംസാരിച്ചിട്ടും പഠിച്ചിട്ട് വന്നപ്പോൾ തന്നെ അല്ല അടിച്ചും പണിയൊക്കെ ചെയ്തു വന്നപ്പോഴേ വെറുതെ അല്ല എപ്പോഴെപ്പോഴും ഉമ്മമാരെ വിളിക്കുന്നത്. ഇവിടെയൊക്കെ മര്യാദക്കിട്ട് ഹോം ടൂർ ഇടാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കണേട്ടോ. ഒരിക്കലല്ല കിടക്കുന്നതാണ്. ഈ തക്കിലിട്ട് ഇനി പോയിട്ട് ഇപ്പം ഞാൻ കുറച്ചായിട്ട് മുഖം ഒന്നും അങ്ങനെ കാണിക്കാറില്ല. മുഖം കാണിക്കത്തെന്ന് വെച്ചാൽ അവിടെ വെച്ച് അതിന് എൻ്റെ മുഖം കാണില്ല. ഞാൻ കുറച്ച് പൊക്കം കൂടിയിട്ടുണ്ട്. ഹോം ടൂർ എടുക്കാനുള്ളതാണ്. ഹോം ടൂർ എടുക്കുമ്പോൾ ഞാനായിരിക്കും ഇങ്ങനെ ഹലോ ഗൈസ് ഒക്കെ പറയുന്നത്. ഇവനായിരിക്കും ക്യാമറ പിടിച്ചിട്ട്. ഇതായിരിക്കും ഞങ്ങളുടെ മോസ്റ്റ് കേട്ടോ. അല്ല ഹോം ടൂർ ആയിരിക്കണം. ഇവിടെ കുറെ കാണിക്കണ്ടേ, ബാത്റൂം കാണിക്കണ്ടേ. അയ്യോ ഇവന് ഓറഞ്ച് എന്നിട്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അതന്നെ ഈ ഫുഡിന്റെ ഫുള്ള് കാണിച്ചു കൊടുക്കാം. എന്തൊട്ട് ഞാൻ നിന്നോ. നീ അവിടെ പോയി നിൽക്ക്. ഇവന് ഫുൾ സ്റ്റൈൽ കാണിക്കില്ല. ഒന്ന് കണ്ടോ.
കയറി ഇരുന്നാൽ കാണാൻ പറ്റും. മുഖം കാണാനുള്ള ബാക്കിയെല്ലാം ഇങ്ങോട്ട് അങ്ങനെ ഇറങ്ങി നിൽക്ക്. കണ്ടല്ലേ ഇവന്റെ ബ്ലാക്ക് ആണ്. ഇത് ഇവൻ മറ്റേ പള്ളിയിൽ പോയിപ്പെട്ടത്. ഇതെല്ലാം ഇവൻ ഇടാൻ പോണ മാറ്റൂ. ഇതാണ് ഇടാൻ പോണേ. ഇതാണ് വീട്ടിലെ ഡ്രസ്. ആ ഈ പാൻ്റ് അല്ല ഇതിപ്പോ പള്ളിയിൽ പോയിപ്പെട്ടതാണ് കേട്ടോ. ഗൈസ് സെറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, ഞാൻ പർസ് പറഞ്ഞനുസരിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ മേത്തായിരിക്കും. പിന്നെ ഓൾമോസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ മറ്റേ ഒറ്റ മിനിറ്റ് ഗൈസ്, നിങ്ങൾ ജേർണി വിത്ത് അൻഹ എന്ന് എഴുതിയിട്ട് എൻ്റെ ഒരു കസിനാണ്, എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളൊരു കസിനാണ്. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ചിലപ്പോഴേ ഇഷ്ടപ്പെടുള്ളൂ. അതിൽ ഫുള്ളൊന്നുമില്ല, ഫുള്ളായിട്ടില്ല, ഷോർട്ട് വീഡിയോ. പക്ഷെ അതിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് അവൾ ലോങ് വീഡിയോ ആയിട്ടാണ് അവൾ ഇട്ടേക്കുന്നത്. എന്താവോ ആക്ടിംഗ് വീഡിയോ ഒന്നും വേണ്ട, നമ്മളിടാം. പിന്നെ ഹോം ടൂറും ഒരു വീടായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. ഇതെൻ്റെ ഇക്കാക്കൻ്റെ ഫോട്ടോ. എൻ്റെ ഇക്കാക്കൻ്റെയല്ല, എൻ്റെ ഉമ്മാൻ്റെയും ഇക്കാക്കൻ്റെയും കൂടി ഉള്ളതാണ്. അത് ചൂട് താഴത്തേക്ക് വെക്കും. അത് ചൂലെടുത്തിട്ട് കളിക്കുന്നത്. അതവിടെ താഴത്തോക്ക് അടിച്ച് മാറിയതാണ്. ഗൈസ് ഞങ്ങള് ടുട്ടുവിനെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഞങ്ങളെ ടുട്ടു, നിങ്ങളിത് കാർട്ടൂണിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ ടുട്ടു എന്നാ പേര്. കാണിച്ചു തരാം. എൻ്റെ ഉമ്മ എന്തോ പറയണ ലാസ്റ്റ് കാണിച്ചു കൊടുക്കാൻ. ഗൈസ് ഇനി എൻ്റെ ഉമ്മ ഇവിടെ അടിച്ചു വരാൻ വേണ്ടി കുറേ ഇട്ടിട്ടുണ്ട്. ഞാൻ അടിച്ചു വരാൻ കാണാമേ. നിൽക്കാതെ അത്രയും നേരം ഇവിടെ ഞാൻ വന്നിട്ടും ഇവിടെ ഇരിക്കണം കേട്ടോ. ഇങ്ങനെ ഇരിക്കണമേ. ഓക്കെ ഗൈസ് ഇവളുടെ ഫുൾ ഡ്രസ് ഇതാണ് ഗൈസ്. ഇവള് കൊള്ളൂലാത്ത ഡ്രസ് ഇടുള്ളൂ ഗൈസ്. ഞാനൊക്കെ സ്റ്റൈൽ ഡ്രസ്സാണ്. സോറി, ഞാനൊക്കെ സ്റ്റൈൽ ഡ്രസ്സാണ്. സ്റ്റൈൽ ഡ്രസ് കണ്ടോ. നൈക്കി ജോർദാൻ, മറ്റേ ആളല്ല ഉദ്ദേശിച്ച ജോർദാൻ. നൈക്കി എയർ പറഞ്ഞ എന്തോ സാധനമാണ്. ഇപ്പൊ ഗൈസ് പോളിമാട്രിക്സ് ഓൺ ടോപ്പ്. ഒരു ചേരുണ്ടാവും. ഞാൻ കാണിച്ചു ഉള്ള കോലം. എന്റെ ബിനിയനാ വേറെയാണോ? എന്റെ ലിവിസിന്റെ ബിനിയൻ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് പിന്നെ ഒരു കാര്യം കാണിച്ചല്ലോ ഞാൻ. ഗൈസ് ഇത് സെക്കൻഡിന്റെ ഫേവറേറ്റ് ബാൻഡാ. ഇതിൽ 3 ഗുണാമണികളാണ്. ഗുണമണിയല്ല, കാർഗോ പാൻറ് അഴുക്കുണ്ടെന്ന് പറഞ്ഞ് ഗൈസ് കാണുന്നുണ്ട്. പിന്നെ അഴുക്കുണ്ട് ഗൈസ്. ഗൈസ് അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇല്ല ഇന്ന് ഇതൊക്കെ ഞാൻ കാണിച്ചു ഗൈസ്. ഇംഗ്ലീഷ് അടി കണ്ടോ വേണ്ട. ഓക്കെ ഗൈസ് അപ്പൊ മാറ്റിട്ട് സ്റ്റൈൽ ഇഷ്ടപ്പെട്ട അങ്ങനെ നീങ്ങിക്കാണ്. ചഡ്ഡി കാണാറ്, ചഡ്ഡി കാണിക്കില്ലേ. ഇത് ഇതിലല്ലേ നല്ലൊരു കാര്യം കാണിച്ചതാ. ഡ്രസ് മാറ്റിട്ട് കളിച്ചത് ബ്ലൂം. ഇന്നത്തെ പരിപാടി ഇവൻ പോയിക്കോട്ടെ. ഇനി ഞാൻ പറയണേ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് കൂടി ചെയ്യണേ. ബൈ. ലൈക്ക് ചെയ്യണേ. ബൈ.